JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽ അതായത് റാങ്ക് ഫയൽ ലഭ്യമാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാര മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന അതോറിറ്റി ഏതാണ്? ഇന്ത്യയിൽ പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാര മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന അതോറിറ്റി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? FSSAI അല്ലേ? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. FSSAI. ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാര മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന അതോറിറ്റിയാണ് FSSAI. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ താപ സംസ്കരണ രീതി ഏതാണ്? പാലിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ താപ സംസ്കരണ രീതി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? പോസ്ചറൈസേഷൻ. പാലിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ താപ സംസ്കരണ രീതിയാണ് പാസ്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. പാസ്ചറൈസേഷൻ വിജയകരമാണോ എന്ന് പരിശോധിക്കാൻ നടത്തുന്ന ലാബോറട്ടറി ടെസ്റ്റ് ഏതാണ്? പാസ്ചറൈസേഷൻ വിജയകരമാണോ എന്ന് പരിശോധിക്കാൻ നടത്തുന്ന ലാബോറട്ടറി ടെസ്റ്റ് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഫോസ്ഫേറ്റ്സ് ടെസ്റ്റ്. പാസ്ചറൈസേഷൻ വിജയകരമാണോ എന്ന് പരിശോധിക്കാൻ നടത്തുന്ന ലാബോറട്ടറി ടെസ്റ്റ് ആണ് ഫോസ്ഫേറ്റ്സ് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പാലില് വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാലില് വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ലാക്ടോമീറ്റർ. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിൽ സ്റ്റാർച്ച് മായം ചേർത്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? പാലിൽ സ്റ്റാർച്ച് മായം ചേർത്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? അയോഡിൻ ലായനിയാണ് അല്ലേ? അയോഡിൻ ലായനി. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ പാലിന് നീല നിറം ലഭിക്കും. അപ്പോൾ പാലിൽ സ്റ്റാർച്ച് മായം ചേർത്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് അയോഡിൻ ലായനി. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് പാലിന് നീല നിറം ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ കൊഴുപ്പിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാലിലെ കൊഴുപ്പിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ബ്യൂട്ടറോമീറ്റർ. ബ്യൂട്ടറോമീറ്റർ ആണ് പാലിലെ കൊഴുപ്പിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ബ്യൂട്ടറോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിന് കേടുവരാതെ കൂടുതൽ കാലം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഹാനികരമായ രാസവസ്തു ഏതാണ്? പാലിന് കേടുവരാതെ കൂടുതൽ കാലം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഹാനികരമായ രാസവസ്തു ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഫോർമാലിൻ. ഇതൊരു മാരകമായ മായമാണ്. പാലിന് കേടുവരാതെ കൂടുതൽ കാലം സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാനികരമായ രാസവസ്തുവാണ് ഫോർമാലിൻ. ഇതൊരു മാരകമായ മായമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പാലിന്റെ ബാക്ടീരിയൽ നിലവാരം പെട്ടെന്ന് മനസ്സിലാക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? പാലിന്റെ ബാക്ടീരിയൽ നിലവാരം പെട്ടെന്ന് മനസ്സിലാക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? MBRT ടെസ്റ്റ് ആണ് അല്ലേ? MBRT ടെസ്റ്റ്. അതായത് മിഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. മിഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. അതാണ് MBRT ടെസ്റ്റ്. അത് എന്തിനാണ് പ്രസ്തുത ടെസ്റ്റ് നടത്തുന്നത്? പാലിന്റെ ബാക്ടീരിയൽ നിലവാരം പെട്ടെന്ന് മനസ്സിലാക്കാൻ നടത്തുന്ന ടെസ്റ്റ് ആണ് ഏത്? MBRT ടെസ്റ്റ്. മിഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പാലിൽ മായം ചേർത്തിട്ടുള്ള യൂറിയ കണ്ടെത്തുന്നതിനായി സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? പാലിൽ മായം ചേർത്തിട്ടുള്ള യൂറിയ കണ്ടെത്തുന്നതിനായി സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. DMAB. അതായത് ഈ പാരാഡൈമെഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് അതാണ് DMAB. അതായത് പാരാഡൈമെഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്. യൂറിയ ഉണ്ടെങ്കിൽ പാലിന് മഞ്ഞ നിറം ലഭിക്കും. ഇതപ്പോൾ പാലിൽ ചേർത്തിട്ടുള്ള യൂറിയയുടെയൊക്കെ കണ്ടെത്തുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഏത് DMAB. അപ്പോൾ യൂറിയ ഉണ്ടെങ്കിൽ പാലിന് എന്ത് ലഭിക്കും? മഞ്ഞ നിറം ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ പഞ്ചസാര മായം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? പാലില് പഞ്ചസാര മായം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? റീസോർസിനോൾ ടെസ്റ്റ് ആണ് ഈ പാലില് പഞ്ചസാര മായം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. അല്ലെങ്കിൽ അതിനെ വേറൊന്നും കൂടെ പറയും. എന്താണ്? സെലിവനോഫ് ടെസ്റ്റ്. റീസോർസിനോൾ ടെസ്റ്റ് അല്ലെങ്കിൽ സെലിവനോഫ് ടെസ്റ്റ്. രണ്ടിൽ ഏതെങ്കിലും ഓപ്ഷനിലുണ്ടെങ്കിൽ എഴുതിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ സിന്തറ്റിക് പാൽ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഏതളവാണ് പരിശോധിക്കുന്നത്? പാലില് സിന്തറ്റിക് പാല് ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഏതളവാണ് പരിശോധിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ് അല്ലേ. പ്രോട്ടീൻ്റെ അളവ്, pH മൂല്യം, നൈട്രജന്റെ അളവ്, ഇവയെല്ലാം പാലില് സിന്തറ്റിക് പാൽ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പരിശോധിക്കുന്ന അളവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിന് പുളിപ്പ് വന്നോ അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ എന്ന് ഫാക്ടറികളിൽ വച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? പാലിന് പുളിപ്പ് വന്നോ അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഫാക്ടറികളിൽ വെച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലേ. COB ടെസ്റ്റ് ആണ്. എന്താണ്? ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് എന്ന് പറയും. എന്താണ്? ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്, COB ടെസ്റ്റ്. അത് തിളപ്പിക്കുമ്പോൾ പാല് കട്ട പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഈ COB ടെസ്റ്റിലൂടെ. അപ്പോൾ പാലിന് പുളിപ്പ് വന്നോ അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് ഫാക്ടറികളിൽ വെച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് COB ടെസ്റ്റ്. അത് തിളപ്പിക്കുമ്പോൾ പാല് കട്ട പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ കൊഴുപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ജർബർ രീതിയിൽ ഏത് ആസിഡാണ് ഉപയോഗിക്കുന്നത്? പാലില് കൊഴുപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ജർബർ രീതിയിൽ ഏത് ആസിഡാണ് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. സൾഫ്യൂറിക് ആസിഡ് ആണ് അല്ലേ. പാലില് കൊഴുപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ജർബർ രീതിയിൽ ഏത് ആസിഡാണ് ഉപയോഗിക്കുന്നത്? സൾഫ്യൂറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ അസിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ട്രൈട്രേഷൻ. അതായത് സാധാരണയായി സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. പാലിലെ അസിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ടൈട്രേഷൻ. സാധാരണയായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിന്റെ സാന്ദ്രതയും കൊഴുപ്പും വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന വാഷിംഗ് സോഡ കണ്ടെത്താൻ ഏതു പരിശോധനയാണ് നടത്തുന്നത്? പാലിന്റെ സാന്ദ്രതയും കൊഴുപ്പും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന വാഷിംഗ് സോഡ കണ്ടെത്താൻ ഏതു പരിശോധനയാണ് നടത്തുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. റോസാലിക് ആസിഡ് ടെസ്റ്റ്. അതായത് മായമുണ്ടെങ്കിൽ പാലിന് റോസ് അല്ലെങ്കിൽ ചുവപ്പ് നിറം ലഭിക്കും. പാലിന്റെ സാന്ദ്രതയും കൊഴുപ്പും ഒക്കെ വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന വാഷിംഗ് സോഡ കണ്ടെത്താൻ ഏത് പരിശോധനയാണ് നടത്തുന്നത്? റോസാലിക് ആസിഡ് ടെസ്റ്റ്. ഇതിനകത്ത് മായം ഉണ്ടെങ്കിൽ അത് പാലിന് റോസ് അല്ലെങ്കിൽ ചുവപ്പ് നിറം ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ ആന്റിബയോട്ടിക് അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? പാലിൽ ആന്റിബയോട്ടിക് അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. മനുഷ്യരില് ആന്റിബയോട്ടിക് പ്രതിരോധം ഉണ്ടാകാതിരിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ കൊഴുപ്പ് തരികളെ ഒരേ വലിപ്പത്തിലാക്കി പാൽ കട്ട പിടിക്കുന്നത് ഒഴിവാക്കുന്ന പ്രക്രിയ ഏതാണ്? പാലിലെ കൊഴുപ്പ് തരികളെ ഒരേ വലുപ്പത്തിലാക്കി പാൽ കട്ട പിടിക്കുന്നത് ഒഴിവാക്കുന്ന പ്രക്രിയ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഹോമോജനൈസേഷൻ. പാലിലെ കൊഴുപ്പ് തരികളെ ഒരേ വലിപ്പത്തിലാക്കി പാൽ കട്ടുപിടിക്കുന്നത് ഒഴിവാക്കുന്ന പ്രക്രിയയാണ് ഹോമോജനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ ചീത്ത ബാക്ടീരിയകൾ വളരുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ്? പാലില്
ചീത്ത ബാക്ടീരിയകൾ വളരുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ലാക്റ്റിക് ആസിഡ്. പാലില് ചീത്ത ബാക്ടീരിയകൾ വളരുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ മായം ചേർത്തിരിക്കുന്ന വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? പാലിൽ മായം ചേർത്തിരിക്കുന്ന വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? 4 ടെസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏത് ടെസ്റ്റ് ആണ് ശരി ഉത്തരം? ഏതാണ്? ബൗഡോയിൻ ടെസ്റ്റ്. ബൗഡോയിൻ ടെസ്റ്റ് ആണ് പാലിൽ മായം ചേർത്തിരിക്കുന്ന വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ്. ഫുർഫുറൽ ലായനിയും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉപയോഗിക്കുമ്പോൾ ചുവപ്പ് നിറം ലഭിക്കും. അത് കണ്ടെത്തുന്നതിന് ഫുൾഫുറൽ ലായനിയും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉപയോഗിക്കുമ്പോൾ ചുവപ്പ് നിറം ലഭിക്കും. അങ്ങനെ ഇത് കണ്ടെത്താൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ പ്രോട്ടീൻ അളക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? പാലിലെ പ്രോട്ടീൻ അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രീതി ഏതാണ്? 4 രീതികൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ജെൽഡാൽ രീതിയാണ് അല്ലെ? ജെൽഡാൽ രീതി. നൈട്രജന്റെ അളവ് കണക്കാക്കിയാണ് ഇത് ചെയ്യുന്നത്. പാലിൽ പ്രോട്ടീൻ അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രീതിയാണ് ജെൽഡാൻ രീതി. നൈട്രജന്റെ അളവ് കണക്കാക്കിയാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊഴുപ്പ് നീക്കം ചെയ്ത പാലിനെ എന്ത് വിളിക്കുന്നു? കൊഴുപ്പ് നീക്കം ചെയ്ത പാലിനെ എന്താണ് വിളിക്കുന്നത്? ആർക്കൊക്കെ അറിയാം കൊഴുപ്പ് നീക്കം ചെയ്ത പാലിനെ എന്താണ് വിളിക്കുന്നതെന്ന്? എന്താണ് വിളിക്കുന്നത്? സ്കിഡ് മിൽക്ക് എന്ന് വിളിക്കും അല്ലെ? സ്കിഡ് മിൽക്ക്. ഇതിലെ കൊഴുപ്പ് 0.5% താഴെയായിരിക്കും. കൊഴുപ്പ് നീക്കം ചെയ്ത പാലിനെ എന്താണ് വിളിക്കുന്നത്? സ്കിഡ് മിൽക്ക്. ഇതിലെ കൊഴുപ്പ് എത്രയാണ്? 0.5% താഴെയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ അമോണിയം സൾഫേറ്റ് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എന്തിനാണ്? പാലില് അമോണിയം സൾഫേറ്റ് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എന്തിനാണ്? ആർക്കെങ്കിലും അറിയാവോ? എന്തിനാണ് പാലിൽ അമോണിയം സൾഫേറ്റ് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്? എന്തിനാണ്? ബിയും സിയുമാണ് അല്ലെ? എന്താണ്? സാന്ദ്രത കൂട്ടാനും ലാക്ടോമീറ്റർ റീഡിങ് ശരിയാക്കാനും അല്ലെ? പാലിൽ അമോണിയം സൾഫേറ്റ് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എന്തിനാണ്? സാന്ദ്രത കൂട്ടാനും ലാക്ടോമീറ്റർ റീഡിങ് ശരിയാക്കാനും. അപ്പോൾ ബിയും സിയും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന മായം ഏതാണ്? പാലിലെ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന മായം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവയെല്ലാം ഡിറ്റർജന്റ്, ചോക്കുപൊടി, പാൽപ്പൊടി. പാലിലെ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന മായം ഏതൊക്കെയാണ്? ഡിറ്റർജന്റ്, ചോക്കുപൊടി, പാൽപ്പൊടി. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐസ്ക്രീം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പാലിന്റെ ഗുണനിലവാരത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്? ഐസ്ക്രീം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പാലിന്റെ ഗുണനിലവാരത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലെ? ഓവർറണ്ണും കൊഴുപ്പുമാണ് അല്ലെ? ഐസ്ക്രീം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പാലിന്റെ ഗുണനിലവാരത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്? ഓവർറണ്ണും കൊഴുപ്പും. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന ബോറിക് ആസിഡ് കണ്ടെത്താൻ ഏത് ടെസ്റ്റ് നടത്തുന്നു? പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന ബോറിക് ആസിഡ് കണ്ടെത്താൻ ഏത് ടെസ്റ്റ് നടത്തുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ? ടർമറിക് പേപ്പർ ടെസ്റ്റ്. അതായത് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന ബോറിക് ആസിഡ് കണ്ടെത്താൻ ഏത് ടെസ്റ്റ് ആണ് നടത്തുന്നത്? ടർമറിക് പേപ്പർ ടെസ്റ്റ്. പേപ്പർ ചുവപ്പ് കലർന്ന തവിട്ട് നിറമായിട്ട് മാറും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.